ക്ലിയർ ആണോ? സൗണ്ട് കുറവാണെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിലെ മൈക്രോ പ്രൊസസർ എന്നുള്ള മൊഡ്യൂളിലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്നുള്ള പോർഷനാണ്. ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു അനലോഗ് സിഗ്നൽ, എന്താണ് ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്നുള്ളതാണ്. ഓക്കെ. ഫസ്റ്റ്, ഒരു അനലോഗ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വേരിയേഷൻ ഉള്ള ഒരു സിഗ്നൽ ആണ് എന്തെന്ന് പറയുന്നത്, അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. കറസ്പോണ്ടിങ്ലി ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ. അതാണ് അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കാണുന്ന അനലോഗ് സിഗ്നലിനെ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് താഴെയുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. അതായത് എല്ലാ പോയിന്റ്സിലും നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടില്ല, നേരെ മറിച്ച് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, വാല്യൂസ് കിട്ടുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ നോർമലി യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലുള്ള പ്രഷർ വേരിയേഷൻ നമ്മൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കറിയാം ഒരു സിസ്റ്റത്തിലെ വേരിയേഷൻ എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക് ആയിരിക്കില്ല, അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അതിലുള്ള ടെമ്പറേച്ചർ ആയാലും പ്രഷർ ആയാലും വേരിയേഷൻ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒരു മൈക്രോവേവ് ഓവൻ എടുക്കുക, നമ്മൾ അതിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിലൊരു കണ്ടിന്യൂസ് വേരിയേഷൻ ആയിരിക്കും. ഓക്കെ. അതൊരു അനലോഗ് സിഗ്നലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് അതിലുള്ള ടെമ്പറേച്ചർ റീഡിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിജിറ്റൽ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സിഗ്നൽസ് ആക്കിയിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ADC ചെയ്യുന്നതിന് കുറച്ച് പ്രോസസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് വരുന്ന ഒരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. നമുക്ക് വരുന്ന ഒരു സിഗ്നല് എന്താണ്, കണ്ടിന്യൂസ് സിഗ്നൽ ആണ്. ഓക്കെ. ആ സിഗ്നലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വോൾട്ടേജിന്റെയോ അല്ലെങ്കിൽ കറണ്ടിന്റെയോ ഫോമിൽ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതില് എന്തായിരിക്കും, നമുക്ക് ഇതിന് കുറച്ച് പ്രോസസ് ഉണ്ട്. അതായത് ഓക്കെ, ഇത് നമ്മളുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിന് ഇതാണ് നമ്മളുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയുന്ന, നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റുന്ന കൺവേർട്ടർ. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഡിജിറ്റൽ സിഗ്നൽസ് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ ഫോമിലുള്ള ഡിജിറ്റൽ സിഗ്നൽസ് നമുക്ക് കിട്ടും. ഓക്കെ. നമ്മൾ ഒരിക്കലും ഈ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ADCയിലേക്ക് കണക്ട് ചെയ്യാറില്ല. പകരം അതിനിടയ്ക്ക് എന്തുണ്ടാവും, ഇടയില് ഒരു സിസ്റ്റം ഉണ്ടാവും. ഓക്കെ. അതായത് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വേരിയേഷൻ ആണ്. ചിലപ്പോൾ ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റാപ്പിഡ് ആയിട്ട് അതിലെ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ, ടെമ്പറേച്ചർ വേരിയേഷൻ ആവാം, പ്രഷർ വേരിയേഷൻ ആവാം, റാപ്പിഡ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസിലാക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇടയിലൊരു സിസ്റ്റം കൊണ്ടുവരും. ഇറ്റ് ഈസ് കോൾഡ് ആസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്. സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്. ഓക്കെ. ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്. അപ്പൊ നമ്മളുടെ ADC ചെയ്യുന്നതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ സാമ്പിളിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഓക്കെ, സാമ്പിളിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സാമ്പിളിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മളുടെ ഒരു സിഗ്നൽ
ഓക്കെ, നമ്മളുടെ ഒരു സിഗ്നല് ഓക്കെ, സപ്പോസ് ഇപ്പോ നമ്മളുടെ ഒരു സിഗ്നൽ ഇതാണ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പല പല ഡിസ്ക്രീറ്റ് റീജിയൻസ് ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, ഈ ഡിസ്ക്രീറ്റ് ഇത് ഓരോരോ റീജിയനും ഓരോരോ സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഈ ഓരോരോ ഈ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അതുപോലെ അടുത്ത സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. അടുത്ത സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. നെക്സ്റ്റ് അടുത്ത സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ. അതുപോലെ ഓരോ സാമ്പിൾ, ആ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഓരോ ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഡിജിറ്റൽ സിഗ്നൽസ് കിട്ടും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സാമ്പിളിംഗ് പ്രോസസ്സ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ നമ്മളുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് ഡയറക്റ്റ് എത്തുന്നതിന് മുമ്പ് ആരുണ്ട്? ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ടൈം ഇന്റർവെല് തീരുന്നത് വരെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂല് നമ്മൾ എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചറിനെ ഹോൾഡ് ചെയ്യും. അതിനെ കൺവേർട്ട് ചെയ്ത ശേഷം അടുത്ത സാമ്പിൾ എടുക്കും. ആ സാമ്പിളിലുള്ള വാല്യൂ എടുക്കും, അതിനെ ഹോൾഡ് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ കൺവേർഷൻ പ്രോസസ്സ് കഴിയുന്നവരെ ഇല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സാമ്പിൾ കഴിയുന്നത് വരെ ആ വാല്യൂ ഹോൾഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിൾ ആൻഡ് ഹോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ ഒരു പ്രീ റിക്വസിറ്റ് പോലെയാണ്. അതായത് അതിന്റെ കൺവേർഷൻ തൊട്ട് മുമ്പ് അതിന് വേണ്ട ഡാറ്റ ടെമ്പററി ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആളാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പ്രോസസ് ആണ് ഈ സാമ്പിളിംഗ്. നമ്മൾ കഴിഞ്ഞു. സാമ്പിളിംഗ് കഴിഞ്ഞാലാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസിനും ഓരോ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കർവ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരും? ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് വരും. ഓക്കെ, ഓരോ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂ, ഒരു കണ്ടിന്യൂസ് ബാറിന് അതിന്റെ ഒരു ആവറേജ് വാല്യൂ ആയിട്ട് ഒരു പോയിന്റ് വരും, ഡിസ്ക്രീറ്റ് വാല്യൂ വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്വാണ്ടൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് കിട്ടിയ എല്ലാ വാല്യൂസിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ സിങ്ക്രണൈസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സിങ്ക്രണൈസേഷൻ എന്ന് പറയാം. അതായത് നമുക്ക് കിട്ടുന്ന ഈ അനലോഗ് ഡിജിറ്റൽ സിഗ്നൽസിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സാമ്പിളിംഗ് കഴിഞ്ഞു ഓരോ സാമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽസ് നമുക്ക് ഉണ്ടായി. അതിനുശേഷം നമ്മൾ ക്വാണ്ടൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? സിങ്ക്രണൈസേഷൻ നടക്കാം. ഓക്കെ, സിങ്ക്രണൈസേഷൻ നടത്താം. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് സപ്പോസ് ഒരു 1000 ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് 1000 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽ ആണെന്ന് വിചാരിക്കാം. അതായത് എനിക്ക് കിട്ടുന്ന ഒരു സിഗ്നല് 1000 ഹെർട്സ് ഫ്രീക്വൻസിയിലാണെന്ന് വിചാരിക്കാം. ഞാൻ ആ സിഗ്നലിനെ 1000 ഹെർട്സ് ഫ്രീക്വൻസി തന്നെ ഞാൻ അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യില്ല? എനിക്ക് നല്ല രീതിയിലൊരു സിഗ്നൽ കിട്ടില്ല. അതായത് ഇപ്പൊ നമുക്കിപ്പോ സാമ്പിളിംഗ് നമ്മൾ ചെയ്തു. സാമ്പിളിംഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെ ഓരോന്നിനും ഡിസ്ക്രീറ്റ് ആയിട്ട് തിരിച്ചു, അതിനെ ഓരോത്തിനും കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുകയാണ്. ഈ വിഡ്ത്ത് കണ്ടില്ലേ? അതായത് സാമ്പിളിങ്ങിന്റെ ആ വിഡ്ത്ത് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമ്മളുടെ ഡിജിറ്റൽ സിഗ്നൽസിന്റെ അക്യുറസി കൂടുതലായിരിക്കും. ഓക്കെ, നമ്മുടെ സാമ്പിളിങ്ങിന്റെ വിഡ്ത്ത് എത്രത്തോളം കുറയുന്നോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഡിജിറ്റൽ സിഗ്നൽസിൽ നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും.
ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതിന് നമുക്കൊരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് കിട്ടും. പക്ഷെ നമ്മളിപ്പോ ഒരു 1000 ഹേർട്സിന് നമുക്ക് കറസ്പോണ്ടിങ് ഒരു 50 ഹേർട്സ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത്തരത്തിലൊരു ഫ്രീക്വൻസി, അതായത് ഒരു പ്രോപ്പർ നല്ലൊരു റെസൊല്യൂഷനിൽ നമുക്കൊരു ഡിജിറ്റൽ സിഗ്നൽ കിട്ടാം. പക്ഷെ നമ്മൾ നേരെ മറിച്ച് 1000 ഹേർട്സ് ഉള്ള ഒരു വാല്യൂവിന് നമ്മളൊരു 1000 ഹേർട്സ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1000 ഹേർട്സ് കഴിഞ്ഞവരെ നമുക്ക് ഒറ്റ വാല്യൂ കിട്ടുള്ളൂ ഡിജിറ്റൽ സിഗ്നലില്. കിട്ടുന്നുണ്ടോ പറയണത്? അതായത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ, നമ്മളുടെ അനലോഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ചെറിയ വിഡ്ത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ റെസൊല്യൂഷൻ ഉള്ള അല്ലെങ്കിൽ കൂടുതൽ അക്യുറസി ഉള്ള ഡിജിറ്റൽ സിഗ്നൽസ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആലോചിച്ചാൽ മതി. നമ്മളുടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അത് ചെറിയ ലിമിറ്റ് ആണെങ്കിൽ, ചെറിയ ഇന്റർവെൽസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ലേ? അതുപോലെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ പ്രോസസ്സ് നടക്കുന്നത്. ഫസ്റ്റ് പ്രോസസ് ആണ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് നടത്തുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിലാണ്. അടുത്ത പ്രോസസ് ആണ് ക്വാണ്ടൈസേഷൻ. ഓരോ സാമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് കിട്ടിയ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സിങ്ക്രണൈസ് ചെയ്ത് ഒന്നിച്ചാക്കിയിട്ട് നമ്മളൊരു ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയാണ്. അടുത്തത്, ഇതില് മേജർ ആയിട്ട് 4 ടൈപ്പിലുള്ള അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. ഓക്കെ, ഈ 4 ടൈപ്പും 4 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോ ഫസ്റ്റ് വൺ, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ സാർ ADC. ഓക്കെ, ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്മളുടെ കൺവേർട്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോ മെഡിക്കൽ ഇമേജിങ്ങിനൊക്കെ, അതായത് ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ, അതുപോലെ MRI സ്കാൻ, അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാർ ADC യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെഡിക്കൽ ഇമേജിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സാർ യൂസ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് വേണം, ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു സിസ്റ്റം ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഓക്കെ, അപ്പൊ സാറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഹൈ റെസൊല്യൂഷൻ ഉണ്ടാവും, പക്ഷെ സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു മോഡറേറ്റ് ലെവലിലുള്ള സ്പീഡ് ആയിരിക്കും ആ ADCക്ക്, അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ടാവുക. അതുപോലെ തന്നെ പവർ കൺസംഷനും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷനിലാണ് എന്ത് യൂസ് ചെയ്യുക, നമ്മൾ സാർ യൂസ് ചെയ്യുക. മേജർലി നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് പ്രോസസ്സിലൊക്കെയാണ് നമ്മൾ സാർ യൂസ് ചെയ്യുക. സെക്കൻഡ് ടൈപ്പ് ആണ് ഫ്ലാഷ് ADC. ഫ്ലാഷ് ADC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർഷൻ നടത്താൻ പറ്റും. ഓക്കെ, നമ്മൾ ഹൈ സ്പീഡിൽ നടത്തുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കമ്പറേറ്ററുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ N ബിറ്റ് ഉള്ള ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, N ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കമ്പറേറ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2⁻n−1 ആയിരിക്കും. അവിടെ ഫ്ലാഷ് ADCയിൽ യൂസ് ചെയ്യുന്ന കമ്പറേറ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ N ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് വേണം, 2⁻n−1 ആയിരിക്കും അവിടുത്തെ കമ്പറേറ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ കമ്പറേറ്ററുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ റെസൊല്യൂഷൻ കുറവാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ പവർ കൺസ്യൂമിങ് ആണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. സപ്പോസ് നമ്മളൊരു 8 ബിറ്റ് ഉള്ള ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഒരു 8 ബിറ്റ് ഉള്ള സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് 256-1 255 കമ്പറേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് അവിടെ ആവശ്യം വരിക. ഒരു ഫ്ലാഷ് ADCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പറേറ്ററുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഒരു 8 ബിറ്റ് ഉള്ള ഒരു സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരിക 256-1 255 കമ്പറേറ്റേഴ്സ് ആണ്. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.
2n-1 അത്രയും കമ്പറേറ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കുറച്ചുകൂടെ പവർ കൺസ്യൂമിംഗ് ആണ്. നമുക്ക് സ്പീഡിൽ ഡാറ്റ കൺവേർട്ട് ചെയ്യേണ്ട സിറ്റുവേഷനുകളിൽ ഇപ്പൊ നമുക്ക് റഡാർ പോലുള്ള ഡിവൈസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫ്ലാഷ് ADC ക്വിക്കായിട്ട് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കൺവേർഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാഷ് ADC എന്ന് പറയുന്ന കൺവേർട്ടർ. അടുത്തതാണ് ഡെൽറ്റ സിഗ്മ ADC. ഡെൽറ്റ സിഗ്മ ADC എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നല്ലൊരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു അക്യുറസി നമുക്ക് വേണ്ട സിറ്റുവേഷനിൽ, അതായത് ഓഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഡെൽറ്റ സിഗ്മ ADC. നമ്മുടെ മൈക്രോഫോൺ അതുപോലെ ഓഡിയോ സിഗ്നൽസ് പാസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം, ഹൈ റെസൊല്യൂഷൻ വേണം. അവിടെ നമുക്ക് അധികം എന്ത് പറ്റില്ല, നോയ്സ് പറ്റില്ല. നോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താവില്ല, ഇൻഫർമേഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെൽറ്റ സിഗ്മ ADC എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന ഓവർ സാമ്പിളിങ്ങും നോയ്സ് ഷേപ്പിംഗും ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ കൊടുക്കുന്ന സിഗ്നലിന്റെ ക്ലാരിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ അതിന്റെ അക്യുറസി റെസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെൽറ്റ സിഗ്മ ADC യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടുതലായിട്ടും ഓഡിയോ മെഡിക്കൽ ആപ്ലിക്കേഷൻസിനൊക്കെയാണ്. നമ്മളെ മെഡിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്കോ കാർഡിയോഗ്രാം ഒക്കെ എടുക്കില്ലേ, അത്തരത്തിലുള്ള കണ്ടീഷനിലൊക്കെ ഡെൽറ്റ സിഗ്മ ADC ആണ് യൂസ് ചെയ്യണത്. അടുത്തതാണ് പൈപ്പ് ലൈൻഡ് ADC. പൈപ്പ് ലൈൻഡ് ADC എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ രണ്ട് ADCനെ കമ്പൈൻ ചെയ്തിട്ടുള്ള വർക്ക്, അതായത് ഹൈ റെസൊല്യൂഷനും വേണം ഹൈ സ്പീഡും വേണം. അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ADC ആണ് പൈപ്പ് ലൈൻഡ് ADC. പൈപ്പ് ലൈൻഡ് ADCs combine the speed of flash ADC with the resolution of SAR ADC. അപ്പൊ നമ്മളുടെ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്ററും ഫ്ലാഷ് ADC ഇവ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹൈ റെസൊല്യൂഷനും കിട്ടും ഹൈ സ്പീഡും കിട്ടും. ഇവർ രണ്ടുപേരെയും കൂടെ സിങ്ക് ചെയ്തിട്ടുള്ളതാണ് പൈപ്പ് ലൈൻഡ് ADC എന്ന് പറയണത്. ഓക്കെ, ഇത്രയാണ് മേജർ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയുന്നത്. അതിൽ ഫ്ലാഷ് ADCയുടെ കമ്പറേറ്ററുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ADC. നമുക്ക് ഏതൊക്കെ റീജിയനിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ADC യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ മെഡിക്കൽ ഇമേജിംഗ്, സെക്കൻഡ് വൺ ഓഡിയോ ആൻഡ് വീഡിയോ, തേർഡ് വൺ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മളുടെ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുമ്പോൾ MRI, CT സ്കാൻ, അൾട്രാസൗണ്ട് അതുപോലെയുള്ള കണ്ടീഷനിൽ അതിലൊക്കെ അനലോഗ് സിഗ്നൽസിന് ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഓഡിയോ ആൻഡ് വീഡിയോ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ സിഗ്നൽസിന് അല്ലെങ്കിൽ വീഡിയോ സിഗ്നൽസിനെ സ്റ്റോർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലൊക്കെ നമ്മൾ ഇത്തരം ADCs യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ADC are used in wide range of industrial application from process control and monitoring to robotics and instrumentation, enabling the integration of analog sensors with digital control system. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, നമുക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള മെഷീനറീസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ADCs യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മളുടെ ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ മോഡുലേഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ, ഇതെല്ലാം എന്തിൽ വരും, നമ്മളുടെ ADCയിൽ വരും. ഇത്രയാണ് അതിന്റെ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ADC യൂസ് ചെയ്തു. ഇനി അതില് നമുക്കൊരു പ്രോപ്പർ ടൈപ്പിൽ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ADC നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഒരു അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറിന്റെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നോക്കേണ്ടതെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ കൺവേർഷൻ സ്പീഡ് തന്നെയാണ്. നമ്മളൊരു ഫ്രീക്വൻസി, നമ്മളൊരു അനലോഗ് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ കൺവേർഷൻ സ്പീഡാണ് എന്ത് ഫസ്റ്റ് പാരാമീറ്റർ. ഒരു ADCയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കേണ്ട ഫസ്റ്റ് പാരാമീറ്റർ
അതിന്റെ കൺവേർഷൻ സ്പീഡാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിന്റെ റെസൊല്യൂഷൻ ആണ്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് ഒക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വേരിയേഷൻ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ECG എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം, നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള വേരിയേഷൻസ് പോലും നമ്മൾ അവിടെ ട്രാക്ക് ചെയ്യണം. സോ അത്തരത്തിലുള്ള മെഡിക്കൽ ഇമേജിംഗ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഹൈ റെസൊല്യൂഷൻ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അടുത്തത് പവർ കൺസെപ്ഷൻ. അത് നമുക്ക് ചിലത് ബാറ്ററി പവേർഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ പോർട്ടബിൾ ടൈപ്പ് ആയിരിക്കാം. അപ്പൊ നമ്മളുടെ യൂസിനനുസരിച്ചിട്ട് ഏതാണോ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. അടുത്തത് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടർ ആണ് നമ്മളുടെ ഡിവൈസിന്റെ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ അതിന്റെ സൈസ് അനുസരിച്ചിട്ടും അതിന്റെ യൂസേജ് അനുസരിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ADC തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കോസ്റ്റ് നമ്മളുടെ ഈ പറയുന്ന മൂന്ന് കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് കൺവേർഷൻ സ്പീഡ്, റെസൊല്യൂഷൻ, പവർ കൺസെപ്ഷൻ. ഈ മൂന്ന് കാര്യത്തെയും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളുടെ ഫൈനൽ ഫാക്ടർ കോസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ADCയുടെ മേജർ പാരാമീറ്റർ ആണ് കൺവേർഷൻ സ്പീഡ്, റെസൊല്യൂഷൻ ആൻഡ് പവർ കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ADC കൊണ്ടുവരാവുന്ന ചില ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഭാവിയിൽ വരാവുന്ന മേജർ ട്രെൻഡ്സ് ആണ് നമ്മൾ പറയണത്. ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് അതർ കമ്പോണൻറ്റ്സ് സച്ച് ആസ് മൈക്രോ കൺട്രോളർ ആൻഡ് വയർലെസ് ട്രാൻസീവേഴ്സ് എനേബിളിംഗ് മോർ കോമ്പാക്ട് ആൻഡ് എഫിഷ്യന്റ് ഡിസൈൻസ്. അപ്പൊ അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ വായിക്കാൻ ഒരു രസത്തിന് വേണ്ടി കൊടുത്തതാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ വയർലെസ് ആയിട്ട് ട്രാൻസ് റിസീവേഴ്സും മൈക്രോ കൺട്രോളേഴ്സും തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ നമുക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വീണ്ടും ഹൈ റെസൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ അക്യുറസിയിൽ നമുക്ക് നമ്മളുടെ ഇൻഫർമേഷൻ ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇമേജിംഗ് ആണെങ്കിലും ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ MRI സ്കാനിങ് എടുക്കുകയാണ്, നമുക്കപ്പോ അതില് പ്രോപ്പർ ആയിട്ട് നമുക്ക് സിഗ്നൽസ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും നമുക്കത് പ്രോപ്പർ ആയിട്ട് ഡയഗണൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ എനർജി എഫിഷ്യൻസി. അപ്പൊ എനർജി എഫിഷ്യൻസിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭാവിയിൽ നല്ല രീതിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് നമ്മൾ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് എന്ത് അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള, ഡെയിലി ലൈഫിലാണെങ്കിലും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു കൺവേർട്ടർ ആണ് ADC. അതിന്റെ ടൈപ്സ് മനസ്സിലാക്കുക. നമുക്കിപ്പോ ലോ റെസൊല്യൂഷൻ ഉള്ളത് ഏതാണ്, ഹൈ സ്പീഡ് ലോ റെസൊല്യൂഷൻ ഉള്ളത് ഏത് അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ആണെന്ന് ചോദിച്ചാൽ ഫ്ലാഷ് ADC എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഓരോ കൺവേർട്ടറും അതിന്റെ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മിസ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു.